പള്ളികളും അമ്പലങ്ങളും ആരാധനാലയങ്ങളും ആണോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരോഗ്യ കേന്ദ്രങ്ങളും ആണോ നമ്മുടെ തലമുറക്ക് മെയിനായിട്ട് ആവശ്യം? മെയിനായിട്ട് ആവശ്യം എന്ന് പറയുമ്പോൾ പള്ളികൾ ഓരോരുത്തരുടെ മതപ്രകാരം ആരാധനകൾ വേണം. പക്ഷെ അനാവശ്യമായാലും അത് ബുദ്ധിമുട്ടാണ്. പിന്നീടുള്ള കാലങ്ങളിൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറും. ഇപ്പോൾ ഈ ന്യൂനപക്ഷം ഉള്ള ഈ രാജ്യത്ത് അമ്പലം പള്ളികൾ പൊളിച്ച് അമ്പലമാക്കണം. അബുദാബിയിലൊക്കെ അമ്പലം പണിത് ഉദ്ഘാടനം 14-ാം തീയതി. അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ അത് ഇങ്ങനെയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പം ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് ഈ മറ്റു ചെറുപ്പക്കാർക്ക് ഒരു വർഗീയത വെച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒഴിവായി നിൽക്കുകയാണ്. ഉള്ള അമ്പലം മതി, ഉള്ള പള്ളി മതി. കൂടുതലായിട്ട് തന്നെയാണ് ഇത്രയും എനിക്ക് പറയാനുള്ളത്. അത് വരും തലമുറക്ക് ഒരു വിഷയം ഉണ്ടാകരുത്. നമ്മളൊക്കെ ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന ജീവിച്ചാൽ പോവും. വരും തലമുറയുടെ സ്ഥിതി എന്താണെന്ന് ആർക്കും ഒരിക്കലും പറയാൻ പറ്റില്ല. വർഗീയമായ രീതിയിലേക്ക് പോകണ്ടല്ല. ഉണ്ട്. അത് വർഗീയമായിട്ട് പോകാണ്ടിരിക്കാൻ നല്ലത്. അത് നല്ലത്. അപ്പോൾ ഒത്തൊരുമ സ്നേഹത്തോടെ പോകണം. ഇപ്പം നമ്മളെങ്ങനെ പോയി ആദ്യം പോലെ പോകണം. വരും തലമുറ ഏത് രൂപത്തിലാണ് വന്നെന്ന് പറയാൻ പറ്റുന്നില്ല. അതെങ്ങനെയൊന്നുമില്ല. ചെറിയ ചെറിയ പിള്ളേരൊക്കെ പിന്നെ വലുതായി വരുന്നില്ല. എന്താ സ്ഥിതികൾ? അപ്പോൾ മെയിനായിട്ട് ഓരോരുത്തർക്ക് ആരാധന അറിയാൻ തന്നെ. സ്കൂളുകളും ഇതൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരോഗ്യ കേന്ദ്രങ്ങളുടെയും കാര്യങ്ങളാണെങ്കിൽ അതിപ്പോൾ നിലവിലുണ്ട്. പിന്നെ അത് ഇപ്പോൾ പള്ളികളായാലും അമ്പലമായാലും പൊളിച്ചു കഴിഞ്ഞിട്ട് അത് നോക്കുമ്പോൾ അതിനൊരു വിഷയം വേറെ വരും. സാധാരണ ഇപ്പോൾ നിലവിലുണ്ടല്ല ആരാധനകളും. നമ്മള് തലമുറയിലേക്ക് നോക്കുമ്പോ ഇത് രണ്ടിലും കൂടുതൽ വേണ്ടത് തലമുറക്ക് വേണ്ടത് ഇതാണ്. ഇത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അതൊക്കെയാണ് തലമുറകൾക്ക് വേണ്ടത്.